ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇതിന് ബീറ്ററും അതുപോലെ തന്നെ ഓവണൊന്നും വേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്ക്. അതുപോലെ തന്നെ അതിലും സിമ്പിളായിട്ടൊരു ഡെക്കറേഷനും. എനിക്ക് ഡെക്കറേഷനൊന്നും അറിയൊന്നും ചെയ്യില്ല, എന്നാലും നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കളൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു ഡെക്കറേറ്റിംഗ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കാരണം ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോയി. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിത് ഷോർട്ടാക്കിയിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പിന്നെ എങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലൊരു ഇത്തിരി ബട്ടർ തേച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ചെറിയൊരു പീസ് ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അടിയിലൊന്നും പിടിക്കാണ്ട് കരിയാതെ നമുക്ക് കിട്ടും. ആദ്യം നമുക്ക് മൈദപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കൊക്കോ പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കാം. കൊക്കോ പൗഡർ ഞാൻ 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൈദപ്പൊടി 1/4 കപ്പ്. അപ്പോൾ ഇതിവിടെ ഞാൻ ചെറിയ 4 മുട്ടക്കുള്ള അളവാണ് പറയുന്നത്. ഇപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അതുപോലെ തന്നെ ഈ അളവിന് ഞാനിവിടെ തമ്പുനയിൽ കാണിച്ച പോലത്തെ 2 കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മതിയെങ്കിൽ, വലിയ മുട്ടയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അതുപോലെ തന്നെ ചെറിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. ചെറിയ മുട്ടയാണ്, അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. വളരെ ചെറിയ ചൂട് മതി. ഇതിലേക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് ബട്ടർ മിൽക്കാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ബട്ടർ മിൽക്ക് വീട്ടിലില്ലാത്തവർക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മധുരമുള്ളൊരു കേക്കാണ്. അപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദപ്പൊടിയും കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ മിക്സി ഓണാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സായിട്ട് വന്നാൽ മതി. അഥവാ നിങ്ങളെ മിക്സിയിൽ ഇതുപോലെ എല്ലാം ഇട്ട് ഒന്നിച്ചടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം മുട്ടയും പാലും ബട്ടർ മിൽക്കൊക്കെ ഒഴിച്ച് ഈ മൈദപ്പൊടിയും കൊക്കോ പൗഡറും കൂടി കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ തേച്ച് വെച്ച പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന് കൊട്ടിക്കൊടുക്കാം. കാരണം അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഒരു പഴയ ഫ്രൈ പാനോ മറ്റുണ്ടെങ്കിൽ ഒന്ന് അടുപ്പിൽ വെക്കാം. വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം കേക്ക് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ആയിട്ടില്ലെങ്കിൽ മാത്രം വീണ്ടും കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എനിക്ക് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ഇതാവാൻ വേണ്ടി. വളരെ ചെറിയ ഫ്ലെയിമിലാണ്. ഇതുപോലെ ടൂത്ത് പീക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ കേക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നോക്കിയ ഒരു അടിക്കൊന്നും പിടിക്കാതെ കരിഞ്ഞൊന്നും പോവാതെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മേലത്തെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ ചെറിയൊരു ഡെക്കറേഷന് കൂടിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. വലിയ ഡെക്കറേഷനൊന്നുമല്ല, കാരണം എനിക്കത്ര അറിയുകയും ചെയ്യില്ല. കേക്ക് ഉണ്ടാക്കുന്നല്ലാതെ പിന്നെ മക്കളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മാർഷ്മെല്ലോ ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം
മാർഷ്മെല്ലോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ആവശ്യമില്ല, 50 ഗ്രാം മാർഷ്മെല്ലോ ആവശ്യമുള്ളൂ. അപ്പം തന്നെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം മാർഷ്മെല്ലോ ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മാർഷ്മെല്ലോസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി, വളരെ പെട്ടെന്ന് ഇത് മെൽട്ടായി വരും. നന്നായിട്ട് മെൽട്ടാവണം. ചെറിയ മാർഷ്മെല്ലോ ആണെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഇത് കുറച്ച് വലിയ മാർഷ്മെല്ലോ ആണ്. അപ്പോൾ മാർഷ്മെല്ലോ ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഭാഗമാക്കാം, കാരണം ഞാൻ 2 കളറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ 3-4 കളറൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ 3-4 പോർഷൻ ആക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ പിങ്ക് കളറാണ് ചെയ്യുന്നത് ആദ്യം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1-1.5 കപ്പ് പഞ്ചസാര ആവശ്യമുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കിയാൽ മതി, കാരണം ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കോർണർ ടോപ്പിൻ്റെ മേലെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. അതുപോലെ നമ്മുടെ കൈവെള്ളയിലും ബട്ടർ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ശരിക്കും സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് കുഴക്കൽ അതുപോലെ തന്നെ നമുക്ക് ഈ പഞ്ചസാര പൊടിയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആ കൈക്കൊന്നും ഒട്ടാത്ത ഒരു പരുവത്തിലാകുന്നവരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. വലിയ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പം കുറച്ചെടുത്ത് ചെയ്താൽ മതി. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉപകാരമായിരിക്കും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊന്നും ഒട്ടാത്ത ആ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ ഞാൻ ഒരു ബ്ലൂ കളറും കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 കളറാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെ അതുപോലെ അതേ കനത്തിൽ തന്നെ പരത്തിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈന് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ട് സർക്കിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹാർട്ടോ അല്ലെങ്കിൽ ഫ്ലവറോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ സർക്കിളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതന്നെ വെച്ച് ചെറിയ ചെറിയ ബോൾസ് കൂടി ഉണ്ടാക്കണം. എൻ്റെ ഒരു ഡിസൈനാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ 2 കളർ വെച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമൊക്കെ കഴിഞ്ഞാൽ ബാക്കി ഇതുപോലെ റാപ്പ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നാൾ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊക്കെ കേക്ക് ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പിന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് ചെയ്താൽ മതി. അപ്പം എൻ്റെ കേക്ക് ഞാനിവിടെ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പീസ് കേക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഷുഗർ സിറപ്പും കൂടി ഒഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ 1.25 കപ്പ് പഞ്ചസാര പൊടി ചേർത്തത്. ഇതും കൂടി ആകുമ്പോൾ നല്ല മധുരമായിരിക്കും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും ഇങ്ങനെ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലായിടത്തും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല തിക്ക് ക്രീമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതിനുള്ള ടിപ്സ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം. നമുക്കിത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കൊക്കെ ക്രീമൊക്കെ നല്ലോണം ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്തോളൂ. ക്രീം ഇട്ടാൽ അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിൻ്റെ മേലെ നമുക്ക് മറ്റേ പീസും കൂടി എടുത്തു വെക്കാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മേൽഭാഗം താഴോട്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് അങ്ങ് പോയിക്കോളും. ഇവിടെ ഞാൻ എൻ്റെ
കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈഡും മേൽഭാഗം ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് കട്ടിയൊക്കെ ആയി വന്നെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാലെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മേലെ ഈ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതും ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് വലിയ കേക്ക് ഡെക്കറേഷൻ അറിയുകയും ചെയ്യില്ല, എന്നാലും എൻ്റെ പരമാവധി ഞാൻ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയതൊക്കെ ഞാൻ ടിഷ്യൂ വെച്ച് തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഇത് ഒട്ടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഇത് ഇളകിപ്പോരുകയും ചെയ്യില്ല. ഫുൾ ടൈം അവിടെ തന്നെ ഒട്ടി തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് എല്ലാം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവൻ ഹാപ്പിയാണ് ഇത് കണ്ടപ്പോൾ. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ തന്നെ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പം അത് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മാർഷ്മെല്ലോ ഇപ്പം നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ ആളുടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ആ ബോൾസ് കൂടി അതിൻ്റെ പാത്രത്തിൻ്റെ താഴെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് എൻ്റെ ചെറിയൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് ഈ കേക്ക് ഡെക്കറേഷൻ തീരെ അറിയുകയും ചെയ്യില്ല, എന്നാലും മക്കളെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യാം. അവർ ഹാപ്പി ആയിക്കോളും. ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ മേലെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒന്നും ഇല്ലെങ്കിൽ ഈ കേക്കിൻ്റെ മേൽഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.